ഇല്ലിപ്പാറയിൽ നിന്ന് നേരിട്ട് നമ്മൾ വഴി വെച്ച് നമുക്ക് നമ്മുടെ 3 സബ്സ്ക്രൈബറെ കിട്ടുന്നുണ്ട്. പറഞ്ഞ നേരിട്ട് നമ്മൾ പൈങ്ങാടിലേക്ക് വന്നിരിക്കുന്നത് ഉണ്ട്. എൻട്രി ഫീസ് ഉണ്ട്, അത് 10 രൂപയാണ്. പക്ഷെ ഇവിടെ വന്ന ശേഷം നമ്മൾ എന്താ പ്രത്യേകിച്ച് കാണാനില്ല. മൊത്തം പൈങ്കാട് മാത്രമാണ്. ഇതിലും നല്ലൊരു പ്ലേസും കൂടി, നമുക്കൊരു റിലാക്സേഷൻ ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. നല്ല തണുപ്പുണ്ട്. അങ്ങനെ പിന്നെ ഇതിന് മുന്നേ ഒരു വർഷമല്ല, ഒരു 4 മാസം മുന്നേ ആരും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ പൈങ്കാട്ട് വന്ന ശേഷം ഫുഡ് മറ്റു കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇവിടെ ഫുഡിന് ഒരു പഞ്ഞും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഒരു അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ല, ഫുഡിന് ഇവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പൈങ്കാട് ഗാർഡെന്ന് വെച്ചാൽ കുറേ അങ്ങ് നമുക്ക് ദൂരം സഞ്ചരിക്കാണ്ട് ഈ പൈങ്കാട്. ഇപ്പം ഞാൻ പൈങ്കാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുവാണ്. കുറേ ദൂരം നമ്മൾ പോയി, എങ്കിലും നല്ല സ്ഥലമാണ്, നല്ല കുളിരുമുണ്ട്. ടോട്ടലി ഒരു നല്ല സ്ഥലം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ല പ്ലേസാണ്. എങ്കിലും വരുന്നവർക്കൊക്കെ ഇവിടെ വരാം. ഒരു അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചിലർ വീഡിയോ പറയുന്നതൊക്കെ ഫുഡില്ല. പക്ഷെ അത് നിങ്ങളാരും ടെൻഷൻ അടിക്കുന്ന, ഫുഡ് അവിടെ നിന്ന് കൊണ്ടുവരുമെന്നും വേണ്ടി ഇവിടെ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഫേക്കായിട്ട് ആരും ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ, ഞങ്ങൾ 2 ടീമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അവന്മാരെ വിളിച്ചിട്ട് അവന്മാർ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറയുന്നത്. ഇപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അവന്മാർ ഏത് ഇവിടെ പോയി നമുക്ക് അറിയത്തില്ല. പൈവാലിയിൽ നമുക്ക് നമ്മുടെ 3 സബ്സ്ക്രൈബറെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് പുള്ളി ഇങ്ങോട്ട് തന്നെ സംസാരിക്കുക. നിങ്ങൾ അല്ല ഇങ്ങനെ ചോദിച്ചേ, എവിടെയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊരു ചെറിയൊരു യൂട്യൂബ് ചാനൽ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ചാനൽ നോക്കിയപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 2 പേരെ കിട്ടുന്നുണ്ട്. ഇത് പേരെന്താ? ജസ്റ്റ് എന്ത് ചെയ്യുന്നത്? എവിടെ? എം പി കോയമ്പത്തൂർ. ഓക്കെ. അത് ഇവിടെ വേണം. ഇത് ഒരാളുണ്ട്, പുള്ളി സബ്സ്ക്രൈബറാണ്. പുള്ളിക്ക് വീഡിയോ വരാൻ നാണമുണ്ട്. നിൽക്കുന്ന ആള്, അതും ചേർത്തലക്കാരൻ അല്ലേ? ചേർത്തലക്കാരൻ. പുള്ളിയും സബ്സ്ക്രൈബറാണ്. അത് ജസ്റ്റ് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടാണ്. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. നമ്മളിപ്പം ചാനലൊക്കെ ഏകദേശം കുറച്ച് ആൾക്കാർ കാണുന്നു, ജനങ്ങളിടയിൽ. അത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ.